സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിശദീകരണം നൽകുന്നതിനായി ഹാജരാകാൻ കഴിയില്ലെന്ന് പോലീസുകാരൻ. അച്ചടക്ക നടപടി നേരിടുന്ന യു ഉമേഷിന്റേതാണ് മറുപടി. 7 മാസമായി ശമ്പളവും 2 മാസമായി ഉപജീവന പടിയും ഇല്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് പ്രതികാരബുദ്ധിയെന്നും ആരോപണം. ക്രോവാസുവിനെ സ്വീകരിക്കാൻ പോയെന്ന ആരോപണത്തിനാണ് ഉമേഷ് നടപടി നേരിടുന്നത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിവരങ്ങൾ. അതായത് ഉമേഷിന് നേരത്തെ തന്നെ അച്ചടക്ക നടപടി വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിരുന്നു. അതായത് ഗ്രോവാസുവിനെ സ്വീകരിക്കാൻ പോയി എന്നുള്ള ആരോപണം നേരിട്ടതിനാലാണ് പിന്നീട് അച്ചടക്ക നടപടിയൊക്കെ തന്നെ ഉമേഷിനെതിരെ വന്നത്. ആ സമയത്ത് ആറന്മുള സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു. പക്ഷെ പിന്നീട് സസ്പെൻഷൻ വന്നതിനാൽ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 7 മാസത്തോളമായി അദ്ദേഹത്തിന്റെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള ഒരു ആരോപണം അദ്ദേഹം മുൻപ് തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഗ്രോവാസുവിനെ സ്വീകരിക്കാൻ പോയി എന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം കേൾക്കാൻ വേണ്ടിയാണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തെ പത്തനംതിട്ട ഓഫീസിലേക്ക് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2 തവണ അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിലും ഹാജരായില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം 2-ാം തീയതിയിലേക്ക് ആ വിശദീകരണം കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായി. പക്ഷെ അന്നും ഹാജരാവാൻ കഴിയില്ല എന്നുള്ളതാണ് ഉമേഷ് അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ശമ്പളം ലഭിക്കുന്നില്ല. 7 മാസത്തെ ശമ്പളമാണ് തനിക്ക് ലഭിക്കാതിരുന്നത്. ഒപ്പം തന്നെ ഉപജീവനപ്പടിയായിട്ടുള്ള മെയ് ജൂൺ മാസങ്ങളിലെ ഉപജീവനപ്പടിയും കിട്ടുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ജില്ലാ പോലീസ് മേധാവി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അത് ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കാണ് ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ തന്റെ ശമ്പളവും ഉപജീവനപ്പടിയും തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് പറയുന്നത്. എന്തായാലും ഈ വിശദീകരണം നൽകാൻ വേണ്ടി കോഴിക്കോട്ടേക്ക്, തന്റെ താമസസ്ഥലമായ കോഴിക്കോട്ടേക്ക് അത് മാറ്റി നൽകണം, അവിടെ വെച്ച് താൻ വിശദീകരണം നൽകാം എന്നുള്ളതാണ് ഉമേഷ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ നേരത്തെ 2 തവണ അദ്ദേഹം ഹാജരായില്ല. ഈ 3-ാം തവണ ഇപ്പോൾ ഈ വിശദീകരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മറുപടി നൽകിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ കോഴിക്കോട്ടേക്ക് മാറ്റി നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സാക്ഷികളെ വിസ്തരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് അന്വേഷണ വിചാരണ പത്രിക സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്യുക.